നസീർ സാറുമായിട്ട് നന്നായി ഇണങ്ങി പിണങ്ങി കലഹിച്ചു. എന്താ എന്റെ ഉദ്ദേശം? കെറിവിച്ചു, മോഹം വീർപ്പിച്ചു. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. 3 വർഷക്കാലം ഇങ്ങനെ ഇരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? നോ കമന്റ്സ്. അടുത്ത ചോദ്യം. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. എന്നെ അങ്ങ് നിരാശപ്പെടുത്തുകയാണല്ലോ ശീലാമ്മ ഇങ്ങനെ. എനിക്കിവിടെ പേരെത്തങ്ങോട്ട് വരും. നോ കമന്റ്സ്. ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. എത്ര കാലം നിങ്ങൾ കെറിവിച്ചിരുന്നു? 3 വർഷക്കാലം നിങ്ങൾ. നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും എന്നോട് പറയാനില്ലേ? എനിക്കിതൊന്നും ഓർമ്മകളില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അത് വിട്ടേക്കും. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ചോദ്യത്തോട് മറുപടി പറയാതെ പോയി കഴിഞ്ഞാൽ പൊറുക്കില്ല ദൈവം. ആണോ? ഇനി എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഇനി എനിക്ക് നീ സ്വസ്ഥത ഉണ്ടാവില്ല. അത് നല്ല അടികൊള്ളാത്തതിന്റെ. ബ്രൂട്ടോസ് എത്ര പേര് പ്രേമിച്ചിട്ടുണ്ട്? ഒരുപാട് പ്രേമിയെ വന്നിട്ടില്ലേ? ഒരുപാട് പേര്. ഇഷ്ടം പോലെ ചതിച്ചിട്ടുണ്ടോ? 40 വയസ്സ് വരെ എനിക്ക് സ്ത്രീകളെ കാണുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എനിക്ക് സ്ത്രീകളെ കാണുമ്പോ ഒരു കൗതുകം. അത് പ്രായത്തിന്റെ. കല്യാണം കഴിച്ച പെണ്ണ് ഇപ്പോൾ ഭാര്യ പ്രേമിച്ച പെണ്ണ് തന്നെയാണോ? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ. അതായത് പ്രണയിച്ച പെൺകുട്ടിയെ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ചോ അതെയോ പ്രണയിച്ച പെൺകുട്ടിയെ ചതിച്ചോ? അതല്ല ചോദ്യം. ഒറ്റ ചോദ്യമല്ലേ ഉള്ളൂ. ഓക്കെ. എന്നിട്ടാ കല്യാണം നടന്ന? പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കണം. ഇത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. ഉത്തരം പറ. അത് പറയാനൊക്കുന്ന കാര്യമാണെങ്കിൽ പറയും. പറയാനൊക്കുന്ന നോ കമന്റ്സ്. അത്രേ ഉള്ളൂ. അത് വേണ്ട. ഇന്നിവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ശിലാമ്മ ആണ്ടുകുമ്പസാരാണത്. കുമ്പസരിക്കാൻ ഞാൻ എന്തിനാ ഇവിടെ 5 പതിറ്റാണ്ട് അല്ലേ? ചേർച്ചിലേക്ക് പോവാം. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഫാദർ ഒന്നും അല്ലല്ലോ. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.